Hey. Say hi. ഹായ്. ഹായ് ഗായ്സ്. സോ എൻ്റെ ബർത്ത്ഡേ വെച്ചിട്ടാണ് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന മൊത്തം എൻ്റെ തല എൻ്റെ ബോഡി, എൻ്റെ തല എൻ്റെ ബോഡി. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് എടപ്പള്ളിയിലെ ഹിഡൻ കഫേയിലാണ്. ആൻഡ് ഇത് പ്രണവിൻ്റെ ഒരു ഫ്രണ്ട് ശ്രീനാഥും എനിക്ക് ഒരുക്കിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ സർപ്രൈസ് ആയിരുന്നു. ലിറ്ററലി ഗോട്ട് ഷോക്ക്ഡ്. നല്ല ബലൂൺസൊക്കെ വെച്ചിട്ട്. ആൻഡ് ഐ വാസ് വെയറിങ് എ യെല്ലോ ഡ്രസ് ദാറ്റ് വാസ് ആക്ച്വലി വെരി വെരി നൈസ് ഡ്രസ്. എൻ്റെ അപ്പുചേച്ചിയും വച്ചും കൂടി എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു. ആൻഡ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് സർപ്രൈസ്. അവൻ പറഞ്ഞിരുന്നു ഒരു സർപ്രൈസും കൂടി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ ഫോണിലേക്ക് ആ മെസ്സേജ് വന്ന് ഞാനൊന്ന് ഇമോഷണലായിപ്പോയി. അതെൻ്റെ ഒരു മോസ്റ്റ് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൻ്റെ ഒരു വിഷായിരുന്നു. എനിക്കൊരു ഫസ്റ്റ് വിഷ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണായിരുന്നു. ഹേഴ്സ് നോ മോർ. അത് ആക്ച്വലി എൻ്റെ മുത്തശ്ശനായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ എന്നെ പൊന്നുമുത്തേ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ പൊന്നുമുത്തേ ബർത്ത്ഡേ വിഷസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ആയിരുന്നു അത് ഭയങ്കര അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഒരു ഫ്രണ്ട് വികാസ് ചെയ്ത ഒരു ആർട്ടാണത്. അപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലായി. ഓഫ് കോഴ്സ് ഐ നീഡ് എ ഹഗ്. ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഹീ കെയിം ഫോർ മീ. അപ്പോൾ അങ്ങനൊരു മൊമെൻറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആൻഡ് വിത്തിൻ ഒരു 2 മിനിറ്റ്സിൽ അവനത് ഓക്കെ ആക്കും ചെയ്തു. യെസ്. അങ്ങനെ കൊച്ചിയിലെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ നാട്ടിലേക്കും പോയി. നാട്ടിൽ പുള്ളിക്കാരുടെ പിറന്നാൾ ആഘോഷം കൂടെ ഉണ്ടായിരുന്നു. സോ അതും കൂടെ ഒന്ന് ആഘോഷിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കുടുംബത്തിലാരും തന്നെ ഇങ്ങനെ വേറൊരു പിറന്നാൾ ആഘോഷം ഇതൊന്നും പുറത്ത് പോയി നടത്താറൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യം ഇവൾക്ക് വേണ്ടി ഞങ്ങൾ അതും തുടങ്ങി. ഇനി അടുത്ത് കാണാൻ പോകുന്ന അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ചെറിയ ചെറിയ കുശലം പറിച്ചലും സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളത് ശ്രദ്ധിക്കാൻ നിന്നില്ല. ഞങ്ങളുടെ കണ്ണ് മൊത്തം കേക്കിലായിരുന്നു. കേക്കുമായി അച്ഛൻ പതിയെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഇവരതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കുശലം പറിച്ചിലും സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ പൗഡർ കുറവാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളതൊന്നും ശ്രദ്ധിച്ചില്ല. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതിൻ്റെ ഇടയിൽ കൂടെ രുക്കുമണിയും എൻ്റെ അച്ഛനും കൂടെ വേറെന്തൊക്കെയോ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മായിയമ്മ ഈ കേക്ക് ഏതാ, ഇതിലിനി മുട്ടയുണ്ടോ, അതൊക്കെ ഇനി കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് കാര്യമായിട്ട് എന്തോ ചോദിക്കുന്ന ഇടയിൽ കൂടെ തന്നെ അവൾ അച്ഛൻ്റെ അടുത്ത് പോയി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് വേറൊരു വലിയ സ്നേഹപ്രകടനം. അച്ഛനും മകളുടെയും വലിയൊരു സ്നേഹപ്രകടനം. എൻ്റെ പൊന്നോ, എന്തൊക്കെ കാണണം. അമ്മായപ്പനും മരുമകളും കൂടെ കെട്ടിപ്പിടിക്കുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു, രണ്ടുപേരും മുത്തങ്ങൾ കൈമാറുന്നു. അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹം കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ആശംസകൾ കുട്ടിക്ക്, ജന്മദിനാശംസകൾ കുട്ടിക്ക്. ചേലുവിന് ടെൻഡർ കോക്കനറ്റിൻ്റെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ അതാണ് പ്രാവശ്യം വാങ്ങിച്ചതല്ല, ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ദർശൻ ചേച്ചിയുണ്ട്. പുള്ളിക്കാർ നന്നായിട്ട് കേക്കൊക്കെ മേക്ക് ചെയ്യും. അങ്ങനെ അവരെ കൊണ്ട് നേരത്തെ പറഞ്ഞ് ഓർഡർ ചെയ്യിപ്പിച്ചതാണ്. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ആ കേക്കിന് പിന്നെ ഞങ്ങളെല്ലാവരും ഓരോരുത്തരെ കൊടുക്കുമായിരുന്നു. അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. എല്ലാവരും ഇന്ന് കേക്ക് കിട്ടി, എൻ്റെ കേക്ക് മാത്രം ഞാൻ മാത്രം ഒരു വായി കൊടുത്തില്ല പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും എത്തി. അവൾക്ക് വേണ്ടിയുള്ള കേക്ക് മുറിച്ച് കേക്ക് അവൾക്ക് വേണ്ടി ഒരു വായി കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പരിപാടിയോട് കൂടി ഈ ചേലുവിൻ്റെ പിറന്നാൾ ആഘോഷത്തിൻ്റെ കേക്ക് മുറി വരെയുള്ള നമ്മളുടെ എല്ലാ ആഘോഷങ്ങളും ഇതോടെ നിർത്തി. കേക്ക് മുറി ആഘോഷങ്ങൾക്കെല്ലാം ശേഷം ചേലു ഞങ്ങളെ അവളുടെ വീടിന് ചുറ്റുമൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഞാൻ കുറേ വട്ടം നേരത്തെ കണ്ടിട്ടുണ്ട്. ശരി, വീട്ടുകാരും കൂടെ കാണിക്കുമ്പോൾ കൂടെ പോയേക്കാമെന്ന് വെച്ചാൽ ഞാനും ചെന്നു. ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് അവിടെയൊക്കെ ചെറിയ കാട് പോലെയായി. കാണാൻ തന്നെ നല്ലൊരു എസ്തെറ്റിക് ലുക്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല പച്ച വിരിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗിരിജ അവിടെ കുറേ മഞ്ചാടിക്കുരുവൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മഞ്ചാടിക്കുരുവൊക്കെ പെറുക്കി
അതൊക്കെ നോക്കി അതിൻ്റെ മരം ഏതാണെന്ന് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ടും കുറച്ച് ഇതൊക്കെ ഉള്ളത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കമ്പിളിപ്പുഴു ഇഴജന്തുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നോക്കിയിട്ടൊക്കെയാണ് ആൾക്കാർ നടക്കുന്നത്. നടക്കുന്ന ഇടയിൽ ഞാനും സൈഡിലായിട്ട് നല്ലൊരു കമ്പിളിപ്പുഴുവിനെ കണ്ടിരുന്നു. പതിയെ പതിയെ ചാടിച്ചാടി പോകുന്നുണ്ടായിരുന്നു. ആ മണ്ണിലൊക്കെ ആയിട്ട് അവിടെ അവിടെ മഞ്ചാടിക്കുരുകളൊക്കെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഈ കാടുകളിൽ നിന്നും കാടുകളിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടരുന്നു. പണ്ട് തൊട്ട് ഞങ്ങൾ ഇവളെ ട്രോളാറുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട്, നിൻ്റെ വീട് ഇങ്ങനെ ഒരു കാട്ടിൻ്റെ ഉള്ളിലല്ലേ, ഞങ്ങളിങ്ങനെ അതുപോലെ വള്ളി പിടിച്ച് വരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ട്രോളിയൊക്കെ ഉണ്ട്. അമ്മയും മരുമകളും കൂടെ അവിടെ കിടന്ന് കുറേ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണെന്നൊന്നും മനസ്സിലായില്ല. എങ്കിലും പുതിയ വൃക്ഷത്തൈകളെപ്പറ്റിയും അവിടെയുള്ള കാട്ടുചെടികളെ പറ്റിയുള്ള സംസാരമാണെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. കാര്യമായിട്ട് അവരെന്തോ പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് കാടിൻ്റെ ഒരു അറ്റത്തെത്തിയപ്പോൾ ഒരു വള്ളി കണ്ടായിരുന്നു അമ്മ. ഈ വള്ളി പിടിച്ചിട്ട് ആ ചേലു പണ്ട് വീട്ടിൽ വന്നിരുന്നത് പറഞ്ഞിട്ട് അമ്മ കുറേ നേരം അവളെ പിടിച്ചിരുന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ പൊട്ടും ഞാൻ പറഞ്ഞു. അത് കേൾക്കുന്ന ആവശ്യമൊന്നുമില്ല, ഇത് പൊട്ടത്തില്ല, നോക്കിയോ. അമ്മ എന്ത് സ്നേഹമുള്ള അമ്മ. മകനെ നീ അവിടെ പോയി തൂങ്ങിയിട്ട് വാ, നിനക്ക് அம்மா என்றழைக்காத உயிரில்லையே. ഇത് മരവാഴ 1, ഇത് മരവാഴ 2. വീഡിയോ എടുക്കുന്നത് പടുവാഴ. അത് കുഴപ്പമില്ല. പടുവാഴ. അങ്ങനെ വീട് മൊത്തം ഞങ്ങൾ ചുറ്റിക്കറങ്ങി വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് എത്തി. അവിടെയാണ് നല്ല അതിമനോഹരമായ കുളമൊക്കെ ഉള്ളത്. ചേലു ഇതിൻ്റെ ഇടയിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സദ്യ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പുള്ളിക്കാരി പോയി. ഞങ്ങൾ ആ ഗ്യാപ്പിൽ ഇതിൻ്റെ പിന്നാലെയൊക്കെ പോയി. പുള്ളിക്കാരുടെ ഫോണില്ലാത്തതുകൊണ്ട് ബാക്കിലെ കുറേ വീഡിയോസൊന്നും നല്ല രീതിയിൽ കിട്ടിയില്ല. ഇതിൻ്റെ ഇടയിൽ ഗിരിജ അവിടെ കിടന്ന് ഏതൊക്കെയോ പച്ചില മരുന്നൊക്കെ പറിക്കുന്നുണ്ട്. കൂടെ അമ്മയും കൂടിയിട്ടുണ്ട്. അവരേതോ ഔഷധ ചെടിയാണോ എന്തോന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മണത്ത് നോക്കുന്നുണ്ട്. കാര്യമൊന്നും പിടികിട്ടിയിട്ടില്ല അവർക്ക് എന്താണ്. ഇത് ആടലോടകമാണോ കണക്കൂർക്കയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പുറത്തോട്ടൊക്കെ ഇറങ്ങി ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും ഫുഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറന്നാളുകാരെ ഇരുത്തി ഞങ്ങളെല്ലാവരും ഓരോ ഉരുള അവൾക്ക് കൊടുക്കാൻ തുടങ്ങി. ഞാൻ, അവളുടെ അമ്മ, എൻ്റെ അമ്മ എല്ലാവരും ഓരോ ഉരുള കൊടുത്തു. പിന്നെ അച്ഛന്മാർ കൊടുത്തപ്പോൾ ഒരാൾ കൊടുക്കുമ്പോൾ ആനയ്ക്ക് കൊടുത്ത പോലെയും വേറൊരാൾ കൊടുക്കുമ്പോൾ ഉറുമ്പിന് കൊടുത്ത പോലെ ആയിരുന്നു. പക്ഷേ എൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. ഇതെല്ലാം കഴിഞ്ഞ ശേഷം അമ്മായിമ്മയും മരുമകളും കൂടെ അവിടെ ഇരുന്ന് കുറേ സൊറ പറഞ്ഞ് എന്താണ്ടൊക്കെ കാട്ടിക്കൂട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു. അവരെന്താ പറയുന്നതെന്ന് അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്തോ കാര്യമായ പ്ലാനിങ്ങാണ് ഭാവി ജീവിതത്തെപ്പറ്റി. ഇത് എനിക്കുള്ള പണിയാണോ എന്ന് അവളുടെ ഒരു നോട്ടത്തിലേക്ക് ഡൗട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ മടിയിൽ കുറച്ച് നേരം ചാരി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ സ്നേഹപ്രകടനങ്ങൾക്ക് ശേഷം അമ്മയും മോനും തമ്മിലുള്ള കുറച്ച് വികാരഭരിതമായ മൊമെൻറ്റ്സ്. അങ്ങനെ അവരെല്ലാവരും വിട പറയുകയാണ്. താങ്ക് യു സോ മച്ച് ഓൾമൈറ്റി ഫോർ ദ വണ്ടർഫുൾ ഡേ. അവരെല്ലാവരും എന്നെ ഭയങ്കര സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അടുത്ത അമ്മയും ഞാനും തമ്മിലുള്ള കുറച്ച് സ്നേഹപ്രകടനങ്ങൾ അമ്മ എടുത്ത് പൊക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല. ആൻഡ് ആസ് നോർമൽ അച്ഛനുമായിട്ട് ഞാൻ ബൈ പറയുകയാണ്. സാധാരണ കിട്ടാറുള്ള യൂഷ്വൽ കീസും സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനിതാ എല്ലാവരോടും വിട പറയുന്നു. താങ്ക് യു സോ മച്ച്. അച്ഛൻ പനിയാണ്, ഉള്ളിലിപ്പോൾ വെയിൽ കൊള്ളണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് പോയി.